അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അൽഹംദുലില്ലാ മടവൂർ കാഫിലയുടെ പ്രയാണം തുടരുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. ഞങ്ങൾ ബീഹാർ, അതായത് നേപ്പാളുമായി ചെറിയ കിലോമീറ്റർ വ്യത്യാസത്തിലാണുള്ളത്. ബീഹാറിൻ്റെ അങ്ങേ അറ്റം CM വലിയുല്ലാഹിയുമായി അനുഭവിച്ച ആ അനുഭവസ്ഥരെ കാണാൻ വേണ്ടി ആണ് മടവൂർ കാഫില ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും നമ്മുടെ കൂടെയുള്ളത് അസദുള്ള മിസ്ബാഹി ഉസ്താദാണ്. നിങ്ങളൊക്കെ കേട്ട് കാണാൻ നമ്മൾ മടവൂർ കാഫില CM വലിയുല്ലാഹിയുടെ ഉറൂസ് മുബാറക്ക് മടവൂർ വെച്ച് നടത്തിയപ്പോൾ മടവൂർ കാഫിലയിൽ എപ്പോഴും പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് അബൂബക്കർ സഖാഫി, ആ പ്രഭാഷണത്തിലൊക്കെ അസദുള്ള മിസ്ബാഹി ഉസ്താദിൻ്റെ CM വലിയുല്ലാഹിയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് ഈ ഉസ്താദിനെ, അസദുള്ള മിസ്ബാഹി ഉസ്താദിനെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഏതായാലും ഉസ്താദ് മുമ്പ് ജോലിയെടുത്തത് ചിറ്റുമാംഗ്ലൂരിലാണ്. ആ മഹല്ലുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നമ്പർ ഒപ്പിച്ച് ഏതായാലും 3-4 ദിവസത്തെ യാത്ര നടത്തി ഉസ്താദിൻ്റെ വീട്ടിൽ നമ്മളെത്തി. ഇന്നിപ്പോൾ ബീഹാറിലാണ്. ഈ ബീഹാറിലെ ഒരുപാട് നമ്മുടെ നാടുമായി നോക്കുമ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാ എത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. ഈ നാട്ടിലെ വീടും സാഹചര്യവും പ്രയാസവും ഒക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാ എത്ര ഭാഗ്യവാന്മാരാണ്. ഏതായാലും ഈ നാടും ഒക്കെ നമുക്ക് കാണണം, പരിചയപ്പെടണം. ഏതായാലും മടവൂർ കാഫില പ്രയാണം തുടരുക തന്നെയാണ്. അതിനോടൊപ്പം പറയാനുള്ളത്, ഉസ്താദിന് ഉറുദുവും ഹിന്ദിയുമാണ് അറിയാവുന്നത്. ഈ 2 ഭാഷയും എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന കോലത്തിൽ ഇൻഷാ അല്ലാ, എനിക്കറിയാവുന്ന രീതിയിൽ ഉസ്താദിനോട് ഞാൻ ചോദിക്കും. ഇൻഷാ അല്ലാ നമുക്ക് ഉസ്താദിൻ്റെ വലിയ അനുഭവങ്ങൾ ഷെയ്ഖുനയുമായി ഈ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്ത് ബീഹാറിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് കോഴിക്കോട് ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിലേക്ക് എത്താൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഏതായാലും അള്ളാഹു കണക്കാക്കുന്നവർക്കല്ലേ മഹാന്മാരെയും മശായിഖന്മാരെയും കിട്ടത്തുള്ളൂ. ഏതായാലും ഉസ്താദിനോട് നമുക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും യാ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. बहुत दूर है कालिकट, सही है? बेशक बहुत दूर है. तुम बिहार में जी. सही है जी. तुम्हारे का इतना नसीब है माशा अल्लाह. कुतुबुल आलम CM वलीउल्लाही के मुलाकात माशा अल्लाह, तौफीक अल्हम्दुलिल्लाह. फर्स्ट टाइम तुम मेरे साथ बोलो. मौलाना सिराजुद्दीन लतीफ़ी साहब, मैं अपना दर्द कैसे बयान करूं. मैं जिस वक्त बम्बई में गया फर्स्ट, तो जाने के बाद मैं परेशान था. बहन हमशीरा साहबा वो गुम हो गई थी. बहुत तलाश किया, कहीं नहीं मिली. बम्बई में मौलाना शाहुल हमीद साहब से मुलाकात हुई. शांतापुरम मौलाना शाहुल हमीद साहब से मुलाकात हुई. अभी मौत हो गया, 1 साल 2 साल आ गया. उन्होंने कहा कि आप क्या परेशान हैं. हमने कहा कि ऐसी बात हो गई है, हमारी बहन हमशीरा जो है वो गुम हो गई है, कहीं मिलने का नामो निशान नहीं है. समझे, कोई आप पता हमको बताइए कि जिससे हमको हमारी बहन मिल जाए. उन्होंने कहा कुतुब आलम शेखुना CM वली अल्लाह मडौर शेख कैलिकट में हयात में हैं. आप अगर मेरे साथ चलें तो हम जा कर के आपकी फ़रियाद वहाँ तक सुना सकते हैं. तो हम बहुत खुश हो गए. मौलाना शाहुल हमीद को हमने बगलगीर कर लिया. कहा कि मौलाना आपसे मिलकर मुझे बहुत खुशी हुई माशाअल्लाह. और मौलाना शाहुल हमीद के साथ वहाँ से बम्बई से हम कैलिकट जो है यानी केरला रवाना हुए. और वहाँ जब हम पहुँचे तो कुतुब आलम को देखने के बाद मेरा दिल जो है बहुत ही खुश हो गया कि सुनते थे कि
अल्लाह के वली को देखने के बाद आदमी जो है अल्लाह के जब अल्लाह के वली की ये शान है तो अल्लाह की क्या शान होगी। तो बहुत उनको देखने के बाद मेरा दिल बहुत बाग बाग हो गया। कुतुबना शेखुल आलम और शेखुल मशाइख हज़रत मौलाना सीएम वली अल्लाह से हमने गुफ्तगू किया, हिंदी में बात किया हमने, लेकिन वो थोड़े वक्फ़े के बाद उन्होंने शाहुल हमीद से कहा कि मौलाना क्या कह रहे हैं, मौलाना असदुल्ला मिसबाही क्या कह रहे हैं, वो आप हमको बताइए। तो मौलाना शाहुल हमीद ने बहुत तफसील से कुतुब आलम को बताया। कुतुब आलम ने थोड़ा मुराक़बा किया, यानी सर को थोड़ा नीचे झुकाया और उसके बाद सर उठाने के बाद मुराक़बा के बाद उन्होंने कहा कि फ़लाँ जगह आपकी हमशीरा साहबा मौजूद हैं, हयात में हैं और आपको फ़िक्र करने की ज़रूरत नहीं है। माशाअल्लाह। उसके बाद जो है मौलाना शाहुल हमीद ने हमको जब ये बताया तो उस वक्त जो है चूँकि ये फ़ोन का ज़माना नहीं था और उस वक्त जो है ये फ़ोन वग़ैरह जो है कुछ नहीं था, लेकिन हमने अपने दोस्तों से बताया कि आप जा रहे हो बिहार तो जा कर के हमारी बहन के बारे में बताना कि फ़लाँ जगह है, जाने के बाद हमको ख़बर देना। वो आदमी 3 दिन के बाद जब यहाँ पहुँचा बिहार, तो बिहार में पहुँचने के बाद उसने जो है हमको बताया कि हाँ आपकी बहन साहबा जो है हयात में है और खैरियत से है। कुतुब आलम की शेखुना सीएम वलील्लाह की ये ज़िंदा करामत सुनने के बाद और देखने के बाद दिल बहुत ही खुश हो गया और हमने कहा कि वाकई जो हदीस शरीफ में आया है कि औलिया अल्लाह की निगाह लौहे महफूज पे होती है, हमने देखा वाकई कुतुबना शेखुल आलम ने मुराक़बा किया और लौहे महफूज में गोया देख लिया कि ये तो मौजूद है, हयात में है और फ़लाँ जगह है। उसके बाद हमको यकीन हो गया और हमने इस वाक़े को बहुत सारे मिसबाही हज़रात से भी और केरला में भी यानी ओपला में भी और फिर उसके बाद जो है यहिया बुखारी तंगल कोटे तंगल उनसे भी हमने ज़िक्र किया और बहुत सारे कुतुब आलम के इस करामत को जब बयान किया तो लोग अशश रह गए कि मिसबाही साहब आप खुशनसीब हैं कि आपने कुतुब आलम का दीदार किया और साथ साथ उनकी करामत से आप मुशर्रफ हुए और उन्होंने जो कहा वो ऐनी मुशाहिदा आपने गोया कि उसका जलवा किया। ये बहुत खुशकिस्मती की बात है वाकई। उसके बाद हमने 2 बार जो है कुतुब आलम से और भी मुलाकात की। इंशाअल्लाह वो गुफ्तगू में आपको बाद में करूँगा ഇൻഷാ ഹസ്രത്ത് പറഞ്ഞത് എനിക്കറിയാവുന്നത് പോലെയാണ് ഇൻഷാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർ പറഞ്ഞത് അസദുല്ലാ മിസ്ബാഹി ഉസ്താദ് വലിയ പ്രയാസത്തിൽ വലിയ വിഷമത്തിലായിരുന്നു ബോംബെയിൽ. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കാണുന്നില്ല. ഏകദേശം 1 കൊല്ലത്തിന് മേളിലായി പെങ്ങളെ കാണാണ്ടായിട്ട്. അപ്പോൾ ഈ വിഷമം എല്ലാം കൂടെയാണ് മിസ്ബാഹി ഉസ്താദ് ബോംബെയിൽ നിൽക്കുന്നത്, പെങ്ങളെ കണ്ടെത്തുക എന്നുള്ള. അപ്പോഴാണ് ശാന്തപുരം ബാക്കവി ഉസ്താദിനോട് പെങ്ങളെ കാണുന്നില്ല, എൻ്റെ പെങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ട് 1 കൊല്ലത്തിന് മേളിലായി, ഇതിനിപ്പോൾ ഈ വിഷമം ശാന്തപുരം ബാക്കവി ഉസ്താദിനോട് പറയുമ്പം ശാന്തപുരം ബാക്കവി ഉസ്താദ് CM വലിയുള്ളാഹിയുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം കിട്ടിയ ആളും പലപ്പോഴായി CM വലിയുള്ള അടുത്ത് പോയ ആളുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉസ്താദിൻ്റെ ബുക്ക് വായിച്ചവർക്കൊക്കെ ഇന്ന് കേരളക്കരക്കാർക്ക് കൂടുതൽ ആളുകൾക്കും CM വലിയുള്ളാഹിയെ മഹബത്ത് വെക്കുന്ന ഇഷ്ക് വെക്കുന്ന ആളുകൾക്കൊക്കെ ശാന്തപുരം ഉസ്താദിനറിയാം. ഏതായാലും ഉസ്താദ് പറഞ്ഞു മിസ്ബാഹി ഉസ്താദിനോട്, അന്ന് അസദുല്ലാ മിസ്ബാഹി ഉസ്താദിന് CM വലിയുള്ളാഹിയെ നേരത്തെ അറിയില്ല, നേരത്തെ കണ്ടിട്ടില്ല, പരിചയമില്ല. ഈ വിഷമം ബോംബെയിൽ വെച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പെങ്ങളെ കാണാണ്ടായിട്ട് 1 കൊല്ലമായി എന്നുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ശാന്തപുരം ബാക്കവി ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദാ പറഞ്ഞത്, എന്നാൽ നമുക്ക് മഹാനായ കുത്തുബുൽ ആലം CM വലിയുള്ളാഹി എന്ന വലിയ മഹാൻ കോഴിക്കോടുണ്ട്, ഓരോന്ന് പോയി നമുക്ക് കാണാം. അങ്ങനെ ശാന്തപുരം ബാക്കവി ഉസ്താദാണ് അസദുല്ലാ മിസ്ബാഹി ഉസ്താദിനെ കൂട്ടി കോഴിക്കോട് ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ശാന്തപുരം ഉസ്താദ് CM വലിയുള്ളാഹി അടുത്തേക്ക് മിസ്ബാഹി ഉസ്താദിനെ എത്തിച്ചു. അങ്ങനെ മിസ്ബാഹി ഉസ്താദ് ഉറുദുവിൽ CM വലിയുള്ളാഹിയോട് എൻ്റെ പെങ്ങൾ നഷ്ടപ്പെട്ട് 1 കൊല്ലമായി,
എന്നുള്ള വിവരവും വിഷമവും സങ്കടവും ഒക്കെ ആ ദർബാറിൽ ഇറക്കി വെച്ചു. അപ്പോൾ സി എം വലിയുല്ലാഹി ഉസ്താദിൻ്റെ പ്രയാസങ്ങളൊക്കെ കേട്ടിട്ട് 2 മിനിറ്റ് തല കുനിച്ച് മുറാഖാത്തിരുന്നു. 2 മിനിറ്റ് ഷെയ്ഖുന തല കുനിച്ചിട്ട് ഇരുന്നതിന് ശേഷം ഷെയ്ഖുന തല ഉയർത്തിയിട്ട് ഷെയ്ഖുന പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ പെങ്ങളുണ്ട്. ക്യാ ജഗ? समस्तीपुर സമസ്തിപൂർ ഡിസ്ട്രിക്ട്. സമസ്തിപൂർ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ പെങ്ങളുണ്ട്, അവിടെ പോയി അന്വേഷിക്കാം എന്ന് സി എം വലിയുല്ലാഹി 2 മിനിറ്റ് തല കുനിച്ച് വെച്ചിട്ട് തല ഉയർത്തിയിട്ട് ഷെയ്ഖുന പറയുക. അങ്ങനെ ശാന്തപുരം ഉസ്താദ് സി എം വലിയുല്ലാഹി പറഞ്ഞ കാര്യങ്ങൾ ശാന്തപുരം ബാക്കവി ഉസ്താദ് മിസ്ബാഹി ഉസ്താദിന് പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ പെങ്ങളുണ്ട്, അവിടെ പോയി അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സി എം വലിയുല്ലാഹി പറഞ്ഞത് ഉറുദുവിൽ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളാണ് ശാന്തപുരം ഉസ്താദ്, ഹിന്ദിയും ഉറുദു ഒക്കെ. ഉസ്താദ് മിസ്ബാഹി ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് ഇവർ അന്ന് പോകുമ്പോൾ മിസ്ബാഹി ഉസ്താദിൻ്റെ ഒപ്പം ഒരു സുഹൃത്തുമുണ്ട്. ഇവർ 3 പേരും കൂടെയാണ് കോഴിക്കോട് സി എം വലിയുല്ലാഹിയെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഷെയ്ഖുനാനെ കണ്ട് ഇവർ 3 പേരും കൂടെ വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ശാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് സി എം വലിയുല്ലാഹി പറഞ്ഞുണ്ടല്ലോ, അത് ശാന്തപുരം ഉസ്താദാണല്ലോ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതനുസരിച്ച് കൂട്ടുകാരന് സുഹൃത്തിനെ പറഞ്ഞ് ഇന്ന സ്ഥലത്തേക്ക് ബീഹാറിൽ ബോംബെ അല്ലേ? बम्बई से बिहार भेजा. क्या नाम है जगह का नाम क्या? यहाँ समस्तीपुर. സമസ്തിപൂരിലേക്ക് ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത്, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അവിടെ സുഹൃത്ത് പോയിട്ട് നോക്കുമ്പം ഷെയ്ഖുന പറഞ്ഞ കുത്തുബുൽ ആലം സി എം വലിയുല്ലാഹി പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ പെങ്ങളെ കാണുക. 1 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു പോയ പെങ്ങളെ അവിടെ വെച്ച് മടവൂർ ഷെയ്ഖുന ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് 2 മിനിറ്റ് തല കുനിച്ച് വെച്ചുകൊണ്ട് അള്ളാഹുവുമായി സംസാരിച്ചു അല്ലേ? അതായത് അള്ളാഹുവുമായി സംസാരിച്ച സംസാരമാണ് തല ഉയർത്തിയിട്ട് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് ഷെയ്ഖുന പറഞ്ഞത് സുഹൃത്തിനെ പറഞ്ഞ് അയച്ചപ്പോൾ 1 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു പോയ പെങ്ങളെയാണ് അവിടെ ഷെയ്ഖുന പറഞ്ഞ അതേ സ്ഥലത്ത് പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് പെങ്ങളെ കിട്ടുന്നത്. അപ്പം മഹാന്മാർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് അവർക്ക് പറയാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉസ്താദിനെ അവിടെ നിന്ന് കണ്ടത് അല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെയാണ് ഒന്നാമത്തെ അനുഭവം അവർ നമ്മളോട് പങ്കുവെച്ചത്. CM